ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈൽഡ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ പുതിയ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്. എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പുറത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഒന്ന് വൈകുന്നേരം കുറച്ച് മരിച്ചീനി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പുഴുങ്ങാനാണ് കരുതുന്നത്. അപ്പോൾ പലയിടത്തും ഇതിന് പല പേരാണ്. മരിച്ചീനി, കപ്പ, പിന്നെ എന്താണ് കിഴങ്ങ്. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കിഴങ്ങെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഇക്കാടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ മരിച്ചീനി എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതൊന്ന് അവിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. അത് അവിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളയണമല്ലോ. കാരണം ഇത് അല്ലെങ്കിൽ ഇങ്ങോട്ടേ കട്ടെന്ന് പറയും. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയണതൊക്കെ ചെറിയ രീതിയിൽ സൈനൈഡൊക്കെ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നവരുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കിഴങ്ങ്, ചക്ക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഈ കിഴങ്ങ് എൻ്റെ വീട്ടിൽ ഡെയിലി ഉണ്ടാവും. എൻ്റെ വാപ്പക്ക് ഇതില്ലാത്തൊരു ജീവിതം ഇല്ല കേട്ടോ. ചോറില്ലെങ്കിലും വാപ്പ ജീവിക്കും. പക്ഷേ ഈ കിഴങ്ങ് പറ്റില്ല, കിഴങ്ങില്ലാതെ പറ്റില്ല. പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ വല്ലപ്പോഴും വാങ്ങിക്കും. കാരണം ഇത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ വെറുതെ കഴിച്ച് വണ്ണം വെപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എപ്പോഴൊന്നും വാങ്ങിക്കാറില്ല. ഇങ്ങനെ ഇത് തന്നെ ഇത് വാപ്പച്ചി വന്നാൽ വാങ്ങിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വല്ലപ്പോഴും വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും വാങ്ങിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരമായിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടമില്ലതാവുന്നുണ്ട്. ഈ വല്ലപ്പോഴും കഴിക്കൊണ്ട് മക്കൾക്കും ഒക്കെ ഇഷ്ടമാണിത്. ഈ മരിച്ചീനി എനിക്ക് എത്ര കഴുകിയാലും അത്ര അങ്ങോട്ട് വൃത്തി തോന്നത്തില്ല. കാരണം നമ്മളിതിൽ മണ്ണുണ്ടല്ലോ. ഞാൻ കഴുകിയതിന് ശേഷമായിരിക്കും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണ്ണ് ആ ഒരു കിഴങ്ങിലുണ്ടാവും കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കഴുകും. എനിക്ക് ആ കഴുകും തോറും ഈ ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്കത് പോണത് വരെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. കുറേ വട്ടം കഴുകും കേട്ടോ. ഞാൻ കണ്ണാപ്പയിൽ വെച്ചും അല്ലാതെ എടുത്തിട്ടൊക്കെ കുറേ നേരം കഴുകും. എന്നാലും എനിക്ക് ആ ഒരു വൃത്തി തോന്നത്തില്ല കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് തോറും ഇങ്ങനെ കഴുകാൻ തോന്നുന്നത് അല്ല. നമ്മൾ ഇളക്കുമല്ലോ, ഇളക്കുന്ന സമയത്തായാലും ഇങ്ങനെ തന്നെയാണ്. അത് കുറച്ചുകൂടി ഈ ഒരു വെള്ള കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെങ്ങനെയാണ് അതിന് കട്ട് ചെയ്യണമെന്ന് പറയണേ. ഞാൻ ഈ സ്ലൈസറിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്കല്ലാതെ ആ ഒരു കറക്റ്റ് ഷേപ്പിനൊന്നും കിട്ടാറില്ല. തീരെ അങ്ങ് സ്ലിമ്മായിട്ട് കിട്ടത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ സ്ലൈസറിൽ വെച്ചാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ വന്ന് വീഴും. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതാകുമ്പോൾ 2 വിസിലിൽ കഴിയുമല്ലോ. അല്ലാതെ തന്നെ പെട്ടെന്ന് വേണ്ട മരിച്ചിനിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ കുക്കറിലാകുമ്പോഴത്തേക്ക് എളുപ്പപ്പണി ആശാത്തിയാണല്ലോ ഞാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ കുക്കറിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ മരിച്ചിനിയെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ടൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചുള്ളി കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ സവാളയാണ് കേട്ടോ എടുക്കുന്നത്. കൊച്ചുള്ളി ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഒരു സവാളയും കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു അടി അടിക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവട്ടെ. പിന്നെ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തിന്ന ടേസ്റ്റിൻ്റെ പിന്നെ വായിന്ന് പോകത്തില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ചക്ക ആയാലും അവിച്ചിട്ട് ഈ ഒരു ചമ്മന്തിയായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷേ ചക്ക എനിക്ക് കൂടുതൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പച്ചയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ അവിക്കാറുണ്ട്. ഇവിടെ ഇക്കാക്കൊക്കെ അവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അവർക്കൊന്നും പച്ചയ്ക്ക് കഴിക്കുന്നവരൊക്കെ വയറിന് സുഖമില്ലാതാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കഴിക്കും. അപ്പോൾ അതും ഇങ്ങനെ ഈ ഒരു ഉള്ളി ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മോൻ്റെ കയ്യിൽ മല്ലി, മുളക്, മഞ്ഞയൊക്കെ പൊടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ മെല്ലിൽ. അപ്പോൾ അവൻ ആ സമയം കൊണ്ട് അതൊക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ അപ്പോൾ തന്നെ ഒന്ന് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ തന്നെ ഈ ഒരു പാത്രമൊക്കെ കഴുകി നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, ഏത് പൊടികളായാലും അരിപ്പൊടി ആയാൽ പോലും നമ്മൾ എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം വീണ്ടും പൊടിയിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൂത്തു പോവും. പിന്നെ നമുക്കത് ഒന്നും എടുക്കാൻ പറ്റാതായി പോകുമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം നല്ല രീതിയിൽ തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ പഴയതും ഒന്നും ഉണ്ടാവില്ല. രണ്ടും കൂടെ മിക്സ് ആയാലും പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ ഇതാക്കാനായിട്ട്. ഞാനിവിടെ പൊടിയൊക്കെ പൊടിക്കുന്ന സമയത്ത് കുറേ പൊടിച്ച് വയ്ക്കും കേട്ടോ. മുളക് 2 കിലോ, മല്ലി 2 കിലോ എല്ലാം അങ്ങനെ കൂടുതലായിട്ട് പൊടിച്ചാണ് വയ്ക്കുന്നത്. എപ്പോഴും അങ്ങനെ പോയി നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ഇത് തന്നെ മതിയാകും. പിന്നെ ആ സമയത്ത് മതിയല്ലോ. ഈ മുളക് പൊടി ഇടുമ്പോഴത്തേക്കും തുമ്മി എൻ്റെ അടപ്പുള്ള കേട്ടോ. അവസാനം ഞാൻ ഷോള് വെച്ചിട്ട് മൂക്കൊന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ഇട്ടത്. ആദ്യമൊന്നും ഓർമ്മിക്കാതെ ഞാൻ
ഞാൻ ഇട്ടുപോയി. പക്ഷേ ആ ഒരു തുമ്മൽ ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്നു. മുളക് പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടാമെന്ന് കരുതി നോക്കുമ്പോഴത്തേക്കും മഞ്ഞ പൊടിക്കാതെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മഞ്ഞ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞെന്ന്. മഴയല്ലേ, അപ്പോൾ എനിക്ക് നല്ലോണം ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് കൊടുക്കണം. പക്ഷേ മഞ്ഞ മാത്രം കൊണ്ടുപോയാൽ അവർ പൊടിച്ചിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ നമ്മുടെ നെയ്ബേഴ്സ് ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അവർ പൊടിക്കുമല്ലോ, അങ്ങനെ കിട്ടത്തുള്ളൂ. കാരണം എനിക്കിനി പൊടിക്കാനായിട്ട് വേറൊന്നും ഇല്ലല്ലോ. പൊടിയൊക്കെ പാത്രങ്ങളിലാക്കി പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും ഇവിടെ മരച്ചീനി റെഡിയായി കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമ്മളെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് താളിക്കണമല്ലോ, അപ്പോഴാണല്ലോ അതിന് ടേസ്റ്റ് കിട്ടുന്നത്. എൻ്റെ ആ സമയത്ത് ഞാൻ തുമ്മി എൻ്റെ അടപ്പളവായിരുന്നു കേട്ടോ. അവർ മുളക് പൊടി ജസ്റ്റ് ഒന്ന് മണ്ടേ കയറണം. ഈ മേലിലുള്ളവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. അവരെത്രതായിട്ട് അവരൊന്ന് മൂക്ക് പോലും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ജസ്റ്റ് ഒന്ന് മുളക് പൊടി ഉള്ളിലോട്ട് പോയാൽ മതി, ഞാൻ തുമ്മി എൻ്റെ ഊപ്പാട് വരും. മരച്ചീനി ഇങ്ങനെ കഴിച്ചാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. ഒന്ന് താളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ പോയി കറിവേപ്പിലയൊക്കെ നുള്ളിക്കൊണ്ട് വന്നു. കറിവേപ്പില നമ്മുടെ ഇവിടെ ആ ഒരു ഇവിടെ പുറത്ത് ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വളർന്നല്ല, പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാനൊന്ന് പിച്ചെടുക്കും. ഡയറക്റ്റായിട്ടാണ് വന്ന് പിച്ചി എടുത്തിടുന്ന ആ ഒരു കറിവേപ്പിലേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല മണമായിരിക്കും ആ ഒരു കറിക്കൊക്കെ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ എടുക്കുന്നതിനെക്കാട്ടിയും ഡയറക്റ്റായിട്ട് പറിച്ചതിലിട്ടിട്ട് എടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമാണ് ആ ഒരു കറിക്കൊക്കെ. അപ്പോൾ മരച്ചീനിയൊക്കെ റെഡിയായി, ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ബ്രദറും ഫാമിലിയൊക്കെ സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിട്ട്. അവർ വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്, പറഞ്ഞതേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ പണി കിടക്കുകയാണ്. വീടിൻ്റെ കോലം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളുടെ ആ ഒരു ബാത്റൂമില്ലേ, ആ ബാത്റൂമിൽ നിന്ന് ബാട്ടപ്പൊക്കെ എടുത്ത് മാറ്റണം. ആ ബാത്തബിൽ നിന്ന് വെള്ളം വീണ് താഴെ ഓണറിൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ നനയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബാത്തബ് എടുത്ത് മാറ്റി, ടൈലൊക്കെ എടുത്ത് മാറ്റി, എല്ലാം എടുത്ത് മാറ്റി നല്ല പണി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട് ഫുൾ അലമ്പായിട്ട് കിടക്കുക. ഞാൻ എൻ്റെ പണിയെല്ലാം തീർന്നിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ അവൻ്റെ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇക്കാനെ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ക്ലീനിങ് പരിപാടിക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ആവശ്യത്തിൽ ഞാനങ്ങ് ഇറങ്ങി കേട്ടോ. ഒരുപാട് ക്ലീനിങ് ഒന്നുമില്ല. ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇക്കാവ് ചെയ്തോളാം എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇറങ്ങി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിട്ട് എനിക്കൊരു ഓർമ്മയില്ല എന്താ കൊടുത്തതെന്ന് പോലും. അപ്പോൾ പെട്ടെന്ന് അവരും ഒക്കെ പെട്ടെന്ന് കഴിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അവരെപ്പോഴും പോകുന്നത് മെയിൻ റോഡിൽ കൂടി കാറിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇത്തവണ ആ ഷോർട്ട് കട്ട് വഴി വെച്ച് പിടിക്കാം. ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, നമുക്ക് അതുവഴി വേണ്ട. ഞങ്ങൾ നടന്ന ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ പോയത്. ഒരുപാട് ഇഷ്ടമായി, ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു വഴി ആർക്കും അറിയത്തില്ല, ഇവിടെ ഉള്ള സറൗണ്ടിങ്സിൽ ഉള്ളവർക്ക് അറിയാവുന്നല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം പോകുന്ന വഴിയിൽ ഒരു ആലുണ്ട് കേട്ടോ. വലിയ ആലാണ്, ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ആലാണ്. അതിൽ ഇങ്ങനെ ബ്രദർ പിടിച്ച് ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ടാകട്ടെ, മോനും ബ്രദറും കൂടി. ഈ ഒരു സ്ഥലം കുറേ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുവാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു റിസോർട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ കൊള്ളായിരിക്കും കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, കുറേ കേസിലൊക്കെ കിടക്കുന്നതാണ് പറയുന്നത്. നമുക്കത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ബീച്ച് കാണാൻ പറ്റും. ബീച്ചാണ് കേട്ടോ കാണുന്നത്. ബീച്ചിൽ പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം കടൽ കയറി കിടക്കുവാണ്. നമുക്ക് ബീച്ചിലോട്ട് കാലനയ്ക്കാൻ പോലും ഇറക്കത്തില്ല, റിബൺ കെട്ടിയിട്ടുണ്ട് റെഡ് കളർ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഷോർട്ട് കട്ടിൽ കൂടെ വന്നത് ഈ ഒരു പള്ളിയുടെ അവിടെയാണ് കേട്ടോ വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇത്തവണ ബീച്ചിൽ ഇറങ്ങത്തില്ലല്ലോ, അതുകൊണ്ട് ബാക്കി അങ്ങോട്ടും എപ്പോഴും പോകുന്ന ആ ഒരു സൈഡിലോട്ട് പോയല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോവാം. അവിടെ അവർ പോവാത്ത കുറച്ച് ഏരിയ ഉണ്ട്, നമുക്ക് ഈ പോവാത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇത്തവണ നമ്മൾ വേറൊരു സ്ഥലത്തോട്ടുണ്ട്. പിന്നെ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ പിള്ളേർക്ക് വന്നിട്ട് ആ ഒരു ബീച്ചിൽ വന്ന ഒരു ഫീലിംഗ് കിട്ടുന്നില്ല, കാരണം അവർ കടലിലൊക്കെ ഇറങ്ങി കളിച്ചല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ അപ്പുറം സ്ഥലത്തൊരു സമുദ്ര ബീച്ചുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. സമുദ്ര ബീച്ചിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്. അപ്പോൾ അവിടെ കളിക്കുമ്പോൾ അവർക്കൊരു ചെറിയൊരു ഇതാവുമല്ലോ. ഇത് അവർ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും വീഡിയോ ആയിപ്പോയി. അപ്പോൾ അതൊന്ന് എടുത്തതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി കുറച്ച് നടക്കണം. അവിടെ നിന്ന് നടന്ന് നമ്മൾ സമുദ്ര ബീച്ചിലെത്തി. ഇവിടെ അടുത്ത് കുറേ ഷൂട്ടിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടാണ്, കുറേ സീരിയലിലും അല്ലാതെ കുറേ ആൽബംസിലും ഒക്കെ കണ്ടാണ് ഇവിടെ കൂടുതലും ഈ വെഡ്ഡിങ് ആൽബം എടുക്കാൻ വരുന്നവർ, അല്ലാതെ ഇപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടെ അടുത്തൊരു ഐസ്ക്രീം പാർലറുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് പിള്ളേരെ ബീച്ചിലിറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിനുശേഷം അവരെ പാർക്കിൽ കൊണ്ടിടാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ കടൽ കണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്നു. അതിന് ശേഷമാണ് ഇവരെ പാർക്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്.
ബ്രദർ ഫാമിലിയൊക്കെ ഈ ഒരു ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് പറഞ്ഞു. അവർ എപ്പോഴും വരുന്നത് നമ്മുടെ കോവളത്തല്ലാതെ തന്നെ രണ്ട് ബീച്ച് അല്ലാതെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ അവർ ഫസ്റ്റ് ടൈമാണ് വന്നത്. നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്നു കേട്ടോ. നമുക്കിങ്ങ് താഴെ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ അവിടെ എങ്ങും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കടലിൽ കയറി കിടക്കുവാണ്. എല്ലായിടത്തും ഇതാണ് അവസ്ഥയെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ കടലിൽ കയറി കിടക്കുവാണ്. കടലിൽ ഭയങ്കര സൗണ്ടും ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കടലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ തിരിച്ച് 7 മണിയൊക്കെ ആയിട്ടോ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ. കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു പാർക്കുണ്ടെന്ന്. അപ്പോൾ അവിടെ കളിച്ച് പാർക്കിൽ ചെന്നപ്പോഴത്തേക്ക് അതിനെക്കാട്ടി കഷ്ടകാലം എന്ന് പറയാമല്ലോ. പാർക്കിലുള്ള എല്ലാ സാധനങ്ങളും തുരുമ്പെടുത്ത് പോയി. അവർക്ക് കളിക്കാൻ പോലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് സമയമൊക്കെ ഈ ഒരു സ്ലൈഡിൽ കളിച്ചു എന്നേ ഉള്ളൂ. സ്ലൈഡിൻ്റെ സ്റ്റെപ്സ്, പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഊഞ്ഞാലൊന്നും കാണാനേ ഇല്ല. ഇപ്പോൾ എല്ലാം പോയി. ഇനിയിപ്പോൾ എല്ലാം വെക്കണമായിരിക്കും. ബീച്ചിനടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ തുരുമ്പെടുത്ത് പോകുമല്ലോ. ബീച്ചിൽ വളരെ ആൾ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കടലാരെ ഇറക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ടും കുറച്ച് പിള്ളേരൊക്കെ ഈ ഒരു കെട്ടി വെച്ചിരിക്കുന്ന അതൊക്കെ കടന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ലൈഫ് ഗാർഡ്സൊക്കെ വിസിൽ വിളിക്കുന്നുണ്ടായിരുന്നു. എത്ര വന്നാലും പഠിക്കത്തില്ല കേട്ടോ. നമ്മുടെ മക്കളൊക്കെ കൊച്ചു പയ്യന്മാരാണ്. അവർ വന്ന് അവിടെ ഇറങ്ങിപ്പോയി ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നി. വീട്ടിൽ അറിഞ്ഞിട്ടല്ലല്ലോ അവർ വരുന്നത്. വെറുതെ അവരുടെ അച്ഛനമ്മയും നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിള്ളേരറിയാതെ തന്നെ ഇറങ്ങുന്നതാണ്. അപ്പം നമ്മൾ കുറേ സമയമൊക്കെ അവിടെ കളിച്ച് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ബീച്ചിലോട്ട് തന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുറേ സമയം ഇരുന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് മടുത്തു. അവർക്ക് പിന്നെ മറ്റേ ബീച്ചിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അവിടെയും പോയി കുറച്ച് സമയമൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ആയിട്ടിരിക്കുക. ഇത് നമുക്ക് ഒന്നേ കാണാതിരിക്കും. ബൈ.